ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ഡിഡ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിൽ വ്യാപകമായ മഴ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശ്രീലങ്കയിൽ 159 പേർക്ക് ഈ ചുഴലിക്കാറ്റിൽ ജീവൻ നഷ്ടമായി. ഡിഡ്വയുടെ സ്വാധീനത്തിൽ കേരളത്തിലും മഴയുണ്ടാകാൻ സാധ്യത. സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി ചേരുന്നു. പട്ടണപ്പാക്കം ബീച്ചിൽ നിന്നാണ് മനീഷ് മൂർത്തി ചേരുക. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് മുഹമ്മദും ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഗുഡ് മോർണിംഗ് അലക്സ് ആൻഡ് ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി. ആദ്യം മനീഷ് മൂർത്തിയിലേക്ക്. മനീഷ്, ശരിക്കും ഈ ഡിഡ്വ എപ്പോൾ തമിഴ്നാട്ടിലെത്താൻ സാധ്യത? അതുവഴി പോകില്ലേ? ഇപ്പോൾ നല്ല കാറ്റുണ്ടല്ലോ. മനീഷ് മൂർത്തി പറന്നു പോകാതെ എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ്. പട്ടണപ്പാക്കം ബീച്ചിലാണ്, ചെന്നൈയിലെ. ശക്തമായ കാറ്റാണ്. ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ശക്തമായ കാറ്റുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ മുതൽ തന്നെ നല്ല കാറ്റാണ്. മഴയ്ക്ക് കുറവുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെന്നൈയിലും മഴ കാര്യമായി പെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ ഏകദേശം ഒരു പുലർച്ചെ വരെയൊക്കെ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഡിറ്റോ എന്തായാലും തമിഴ്നാടിൻ്റെ തീരം തൊടില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തീരദേശത്ത് നിന്നും ഏകദേശം ഒരു 25 കിലോമീറ്റർ മാറി അവിടെ വരെ മാത്രമേ കാറ്റ് എത്തുകയുള്ളൂ. പക്ഷേ ഈ കാറ്റിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് തീരങ്ങളിൽ ഉണ്ടാകും. ഏകദേശം 80 കിലോമീറ്ററോളം വേഗത്തിൽ തീരദേശ മേഖലകളിലെല്ലാം തന്നെ കാറ്റടിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ്. വൈകിട്ടോടു കൂടിയായിരിക്കും ഈ പറഞ്ഞ രീതിയിൽ കാറ്റ് എത്തുക എന്നുള്ളത്. അതായത് തീരത്തു നിന്നും 25 കിലോമീറ്റർ അകലെ. അതിൻ്റെ ഭാഗമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാര്യമായ അർത്ഥത്തിൽ മഴയുണ്ടാകും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. നിലവിൽ അതായത് രാവിലെ 2:30 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഡിഡ്വ ചുഴലിക്കാറ്റുള്ളത് കാരക്കൽ തീരത്ത് നിന്ന് 80 കിലോമീറ്റർ അപ്പുറത്താണ്. മാത്രമല്ല ചെന്നൈ തീരത്ത് നിന്ന് 250 കിലോമീറ്റർ ദൂരത്തിൽ. 5 കിലോമീറ്ററാണ് കാറ്റിൻ്റെ വേഗം നിലവിലുള്ള സാഹചര്യത്തിൽ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ആ രീതിയിലാണ്. എന്തായാലും തമിഴ്നാട്ടിൽ മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. നമുക്കറിയാം ഡിഡ്വ ശ്രീലങ്കയിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 14 NDRF സംഘങ്ങളെ എല്ലാ ജില്ലകളിലുമായി നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല SDRFിൻ്റെ സംഘങ്ങളുണ്ട്. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലായിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ 47 വിമാന സർവീസുകൾ, ചെന്നൈയിൽ നിന്നുള്ള വിമാന സർവീസുകൾ 47 എണ്ണം അതും റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ 11 എണ്ണം ഇന്റർനാഷണൽ സർവീസുകളാണ്, ബാക്കിയുള്ളവ ആഭ്യന്തര സർവീസുകളാണ്. ആ രീതിയിൽ എന്തായാലും ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാറ്റിൻ്റെ വേഗം എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആയിരിക്കും. കര തൊടില്ല എന്നൊരു ആശ്വാസമുണ്ട്. എങ്കിലും 25 കിലോമീറ്റർ അകലെ കാറ്റ് എത്തുന്ന സമയത്ത് വലിയ തോതിലുള്ള കാറ്റടിക്കും. 80 കിലോമീറ്റർ, അത് ഇന്നലെ തന്നെ ഏകദേശം 40-50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈ എന്നൂർ എന്ന് പറയുന്ന തീരത്തും അതുപോലെ തന്നെ ഈ പറഞ്ഞ തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗം കാറ്റിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിലായിരിക്കും ഇന്നിപ്പോൾ കാറ്റ് എത്തുന്ന സമയത്ത്. മാത്രമല്ല ഇപ്പോൾ ഈ രാവിലെ മുതൽ തന്നെ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ കാറ്റ് കാര്യമായി തന്നെ അടിക്കുന്നുണ്ട്. രാമനാഥപുരത്താണെങ്കിലും നാഗപട്ടണത്താണെങ്കിലും ഈ പറഞ്ഞ കള്ളാക്കുറിച്ചി പോലുള്ള മേഖലകൾ എല്ലായിടങ്ങളിലും കാര്യമായ അർത്ഥത്തിൽ തന്നെയാണ് കാറ്റടിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എല്ലായിടങ്ങളിലും ഉണ്ട്. നാഗപട്ടണത്തും തഞ്ചാവൂർ പോലുള്ള മേഖലകളിലൊക്കെ മഴ കാര്യമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി പെയ്ത മഴയുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഡിഡ്വ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിലും അവിടങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുന്ന ഒരു നിലയുണ്ട്. കർഷകർക്ക് ആണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഹെക്ടർ കണക്കിന് കൃഷി അവിടെ നശിക്കുന്ന ഒരു നിലയുണ്ട്. എന്തായാലും ഡിഡ്വ തീരം തൊടില്ല, തമിഴ്നാടിൻ്റെ തീരം തൊടില്ല എന്നൊരു ആശ്വാസമുണ്ട്. മാത്രമല്ല ആന്ധ്രാപ്രദേശിലാണെങ്കിലും പുതുച്ചേരിയിലാണെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ മഴ അതിപ്പോൾ ആന്ധ്രയിലെയും രായലസീമ പോലുള്ള മേഖലകളിലേക്ക് കാറ്റെത്തുമ്പോൾ ഈ കാറ്റ് തീരത്തേക്ക് എത്തുന്ന ഒരു സമയത്ത്, അതായത് തീരത്തിനടുത്തെത്തുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും അലേർട്ടുകൾ എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ. SKN സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കയിൽ 159 മരണം. ഇന്നിപ്പോൾ രാവിലെ വന്ന കണക്കുകൾ പ്രകാരം 159 മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 191 പേരെ അവിടെ കാണുന്നില്ല. മാത്രമല്ല 20 ജില്ലകൾ ഇപ്പോഴും വെള്ളത്തിലാണ്, അല്ലെങ്കിൽ വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ് പറയാൻ കഴിയുക. മാത്രമല്ല രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാര്യമായി തന്നെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലേക്കും ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ നേവിയും അതുപോലെ തന്നെ NDRFിൻ്റെ സംഘവും ഒക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. പക്ഷേ പലർക്കും പലയിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊരു വലിയ പ്രശ്നം നിലവിൽ അവിടെയുണ്ട്. ആ രീതിയിലാണ് ശ്രീലങ്കയിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും കാറ്റ് തീരം തൊടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ കാറ്റിൻ്റെ
കരയ്ക്കടുക്കുമ്പോൾ അല്ലെങ്കിൽ 25 കിലോമീറ്റർ അകലെ എത്തുമ്പോഴേക്കും വലിയ തോതിലുള്ള കാറ്റടിക്കും. 80 കിലോമീറ്റർ ആയിരിക്കും കാറ്റിന്റെ വേഗം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.